പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ടെന്ന തീരുമാനത്തിൽ CPM. നിലമ്പൂരിൽ PV അൻവറിനെ പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ജില്ലയിൽ നിന്നുള്ള പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനായിരുന്നു CPM നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി നർത്തകി മേതിൽ ദേവിക, ജില്ലാ ആശുപത്രിയിൽ നിന്നും വിരമിച്ച ഫോറൻസിക് സർജൻ ഗുജറാൾ എന്നിവരെ പാർട്ടി സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരുവരും മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചു. ഇതിനിടെ PV അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തൊടുത്തുവിട്ട ആരോപണങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. നിലമ്പൂരിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയ PV അൻവർ പാർട്ടിക്കെതിരെ തന്നെ കൊത്തിയ സാഹചര്യത്തിൽ പാലക്കാടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കേണ്ട എന്ന തീരുമാനത്തിൽ പിന്നീട് CPM എത്തുകയായിരുന്നു. ജില്ലയിൽ നിന്നുള്ള നേതാവിനെ തന്നെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് പുതിയ തീരുമാനം. DYFI നേതാവ് സദ്വർ ഷരീഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോള്, മുൻ MLA TK നൌഷാദ് എന്നിവരുടെ പേരുകളാണ് CPM പരിഗണനയിൽ ഉള്ളത്. ഇവരെ കൂടാതെ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ പേരും പരിഗണനയിലുണ്ട്. അതേസമയം M സ്വരാജ് മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗം പാർട്ടി അണികളുടെ ആവശ്യം. മണ്ഡലത്തിൽ തുടർച്ചയായി CPM 3-ാം സ്ഥാനത്താണെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ 40,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടുകൾ കുറഞ്ഞത് BJP സ്ഥാനാർത്ഥി മെട്രോമാൻ E ശ്രീധരൻ ജയിക്കുമെന്ന സാഹചര്യം വന്നപ്പോൾ പാർട്ടി വോട്ട് ഷാഫി പറമ്പിലിന് മറിച്ചതാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇത്തവണ ആ ചീത്തപ്പേര് മാറ്റുകയും CPM-ന്റെ ലക്ഷ്യമാണ്. ജനം, പാലക്കാട്.